ഹലോ, ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. GST പോർട്ടലിൽ RCM ലയബിലിറ്റി ITC സ്റ്റേറ്റ്മെൻറ്റ് എന്ന പുതിയൊരു ലെഡ്ജർ വന്നിട്ടുണ്ട്. അത് ആക്സസ് ചെയ്യുന്നത് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം മെനുവിൽ സർവീസസിൽ ലെഡ്ജേഴ്സിൽ ഇവിടെ RCM ലയബിലിറ്റി ITC സ്റ്റേറ്റ്മെൻറ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം രണ്ട് ഓപ്ഷൻസ് വരും: RCM ലയബിലിറ്റി ITC സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ റിപ്പോർട്ട് RCM ITC ഓപ്പണിംഗ് ബാലൻസ്. ഇതിനെപ്പറ്റി ഒരു അഡ്വൈസറി GSTN ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ടാക്സ് പെയർ എക്സസ് RCM ലയബിലിറ്റി പേ ചെയ്തിട്ടുണ്ട്. അത് GSTR 3Bയിൽ ടേബിൾ 4A2 അല്ലെങ്കിൽ 4A3 പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ RCM ലയബിലിറ്റി നമ്മൾ ITC ആയിട്ട് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് ഓപ്പണിംഗ് ബാലൻസിൽ നമ്മൾ കാണിക്കേണ്ടതാണ്. അല്ലാതെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്, ടാക്സ് പെയർ RCM ITC എടുത്തിട്ടുണ്ട് പക്ഷേ RCM ലയബിലിറ്റി പേ ചെയ്തിട്ടില്ലെങ്കിൽ ആ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിട്ട് RCM ലയബിലിറ്റി ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഇവിടെ റിപ്പോർട്ട് RCM ITC ഓപ്പണിംഗ് ബാലൻസിൽ നെഗറ്റീവ് വാല്യൂസ് കാണിക്കേണ്ടതാണ്. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി മന്ത്ലി ഫയലേഴ്സിനാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് RCM ITC കൺസിഡർ ചെയ്യണം. അത് ജൂലൈ 2024 റിട്ടേൺ പീരീഡ് വരെയുള്ള RCM ITC ഓപ്പണിംഗ് ബാലൻസ് ആണ് ഈ റിപ്പോർട്ട് RCM ITC ഓപ്പണിംഗ് ബാലൻസിൽ ഡിക്ലെയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്വാർട്ടർലി ഫയലേഴ്സിനാണെങ്കിൽ റിപ്പോർട്ട് ഓപ്പണിംഗ് ബാലൻസ് അപ് ടു Q1 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 24-25. ഫിനാൻഷ്യൽ ഇയർ 24-25 Q1 വരെയുള്ള ഓപ്പണിംഗ് ബാലൻസ് ഡിക്ലെയർ ചെയ്യണം. അതായത് ഏപ്രിൽ ടു ജൂൺ 2024 റിട്ടേൺ പീരീഡ് വരെയുള്ള RCM ITC ഇവിടെ റിപ്പോർട്ട് RCM ITC ഓപ്പണിംഗ് ബാലൻസിൽ കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത്, ലാസ്റ്റ് ഡേറ്റ് 31/10/2024. അതുപോലെ തന്നെ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഓപ്പണിംഗ് ബാലൻസിൽ ഡിക്ലെയർ ചെയ്ത ഓപ്പണിംഗ് ബാലൻസിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ 30/11/2024 മുമ്പ് അമെൻമെൻറ്റ് നടത്തണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30/11/2024. അതുമാത്രമല്ല, അമെൻമെൻറ്റ്സ് നടത്താൻ 3 ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ 30/11/2024 ശേഷം അമെൻമെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്